ഉള്ള ജ്യോതിഷന്മാരെയും കൂടെ പേരുദോഷം കേൾപ്പിക്കാൻ. ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ജോൾസിനെതിരെ പോക്സോ കേസ്. വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പമെത്തിയതായിരുന്നു പെൺകുട്ടി. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു ജ്യോതിഷൻ. ജ്യോതിശാലയത്തിനുള്ളിലെ രഹസ്യ മുറിയിലേക്കാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയ ഉടൻ തന്നെ ജ്യോതിഷൻ പെൺകുട്ടിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്ന് പോലീസ് നൽകിയ പരാതിയിൽ പെൺകുട്ടി പറയുന്നു. നിലവിളിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി വന്ന പെൺകുട്ടി അമ്മയോടൊപ്പം ഇറങ്ങി തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി സഹോദരനെ ബന്ധുക്കളെയും വിവരമറിയിക്കുകയും സഹോദരൻ കൂട്ടുകാരുമൊത്ത് ജോത്സ്യന്റെ വീട്ടിലേക്ക് ഓടിയെത്തുകയും ജ്യോതിശാലയം മുഴുവൻ അരിച്ചു പെറുക്കുകയും തൊട്ട് പിറകിലത്തെ ജ്യോതിഷന്റെ വീട്ടിൽ ഉൾപ്പെടെ തെരഞ്ഞിട്ടും ജോത്സ്യനെ കാണാതെ വരികയുമായിരുന്നു. പെൺകുട്ടികളെ ബന്ധുക്കളും സുഹൃത്തുക്കളും നടത്തിയ വിശദമായ തെരച്ചിലിൽ ഇയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതായും തുടർന്ന് ഇയാളുടെ കാർ വിളിച്ചു വരുത്തി കാറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് അവർക്കറിയാൻ കഴിഞ്ഞു. കുട്ടിയുടെ ആങ്ങളെ പറയുന്നതൊന്ന് കേട്ടു. എവിടെ പോയെന്ന് അറിയത്തില്ല. വേറെ അവനെ ആരോ സഹായിക്കാനുണ്ടായിരുന്നു പുറത്തുനിന്ന്. അവൻ ഏതോ വണ്ടിയിൽ പോയെന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പോൾ പോലീസുകാരുടെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ പറയുന്നത് പുറത്തുണ്ട്. അവൻ പുറത്തോട്ട് എവിടെ കണ്ടാണ് അവൻ്റെ ഫോണിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ഇപ്പം നോക്കുന്നുണ്ട്. അപ്പം നമ്മളകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. ഇതിനകത്ത് കുറെ റൂമുണ്ട്. ഇത് കാണുന്ന കണക്കല്ല. അവന്റെ ഓഫീസുണ്ട്. ഓഫീസിനകത്ത് തന്നെ ഇനിയിപ്പോൾ ഏത് ജ്യോതിഷനാന്ന് പറഞ്ഞാലും ഏത് ഉസ്താദാന്ന് പറഞ്ഞാലും ഏത് പള്ളിയിലച്ഛനാന്ന് പറഞ്ഞാലും പെൺകുട്ടികളെ, അത് കുഞ്ഞു കുട്ടികളെയായാലും വലിയ കുട്ടികളെയായാലും ഒറ്റയ്ക്ക് ആരുടെ മുന്നിലോട്ട് വിടാതിരിക്കുക. ഇവന്ന കാലം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല മനുഷ്യരുണ്ട്, അവർക്കും കൂടെ നാണംകേട് വരുത്തുന്ന ഇതുപോലുള്ള ആൾക്കാർ. ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇയാളുടെ മനസ്സിനകത്ത് ഇത്രയും വിഷമുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. പ്രതികരിച്ച ആ പെൺകുട്ടിയുണ്ടല്ലോ, അവളാണ് മിടുക്കി. അവൾ ഉള്ള കാര്യം അതുപോലെ വന്ന് അമ്മയടുത്തും ആങ്ങളുടെ അടുത്തും വിളിച്ച് പറഞ്ഞല്ലോ. നമ്മൾ ഏത് മനുഷ്യരെ ആയാലും ഇത്രയും റീൽസ് ഇറങ്ങുന്നുണ്ട്, ഇത്രയും സോഷ്യൽ മീഡിയ ഡെവലപ്ഡ്. ഇപ്പോഴേ ഈ വന്ന കാലേ മൊബൈലില്ലാത്ത ഒരാൾക്കാർ പോലും ഇല്ല. എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സ്മാർട്ട് മൊബൈൽ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നിട്ടും ഇവന്മാരൊക്കെ ഈ പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പം നിയമത്തിന് ഒരു ശകലം പോലും പേടിയില്ലാത്തതുകൊണ്ടല്ലേ ഇവനൊക്കെ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പോക്സോ കേസ് എന്താണെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയാം. എന്നിട്ട് ഇവനെ ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കുന്നതിന് ഇവനൊക്കെ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഒരിക്കലും ഇവനൊന്നും ഊരി വരരുത്. കാരണം ഇവനൊന്നും ഊരി വന്നാൽ നാളെ ഇതേ മറ്റാൾക്കാരും ചെയ്യും. അതുകൊണ്ട് ഇവനൊക്കെ പിടിച്ചിട്ട് നല്ല കൂമ്പിനിട്ട് നല്ല 4 ഇടിയും കൊടുക്കണം, അതുപോലുള്ള ശിക്ഷയും കൊടുക്കണം. അല്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്കും പെൺകുട്ടികളുള്ളതല്ലേ, നമ്മുടെ പെൺകുട്ടികൾ ജീവിക്കേണ്ടതല്ലേ. കാരണം നമ്മുടെ നിയമത്തിന് ആൾക്കാർ പേടിക്കണം, ഭയക്കണം. അതാണ് വേണ്ടത്. ഇപ്പം നിയമത്തിനും പേടിയില്ല, സോഷ്യൽ മീഡിയയും പേടിയില്ല. അതുകൊണ്ടല്ലേ ഇതുപോലുള്ള തെണ്ടിത്തരവന്മാരൊക്കെ കാണിക്കുന്നത്.